MVD ചെക്ക് പോസ്റ്റിൽ ജോലിയില്ലാതെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ ഒരു കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു നമ്മുടെ അശ്വിൻ ഡിയാഗോ. ആ വാർത്തയ്ക്ക് ഇപ്പോൾ ഒരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നു. റിപ്പോർട്ടർ ഇമ്പാക്ട്. MVD ചെക്ക് പോസ്റ്റിൽ പണിയില്ലാതായ ഉദ്യോഗസ്ഥരെ പുനർവിന്യസിക്കാൻ ഗതാഗത മന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. റിപ്പോർട്ടർ വാർത്തയെ തുടർന്നാണ് നടപടി വരുന്നത്. സംസ്ഥാന അതിർത്തിയിൽ ഇനി മുതൽ ഡ്രോൺ പരിശോധന നടത്താനും തീരുമാനമായിരിക്കുന്നു. GST വകുപ്പിന്റെ ക്യാമറ വഴിയും പരിശോധന നടത്തും. MVD ചെക്ക് പോസ്റ്റുകൾ അവസാനിപ്പിച്ചിട്ടും ഉദ്യോഗസ്ഥരെ ഡ്യൂട്ടിക്കിട്ടത് റിപ്പോർട്ടറാണ് പുറത്തു കൊണ്ടുവന്നത്. അശ്വിൻ, ഒടുവിൽ ഇപ്പോൾ നടപടി വരികയാണ്. വിശദാംശങ്ങൾ എന്താണ്? വിനിത, തീർച്ചയായും മാർച്ച് മാസത്തിലാണ് ഈ മോട്ടോർ വാഹന വകുപ്പിന്റെ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രത്തിന്റെ നിർദ്ദേശത്തെ തുടർന്ന് അവസാനിപ്പിച്ചത്. പക്ഷേ അന്നു മുതൽ തന്നെ ഏതാണ്ട് 6 മാസത്തോളമായി ഉദ്യോഗസ്ഥരെ അവിടേക്ക് ഡ്യൂട്ടിക്കിടുന്നത് തുടരുകയും ചെയ്തിരുന്നു. 6 മാസത്തോളം ഈ ഉദ്യോഗസ്ഥർ അവിടെ ഒരു പണിയുമില്ലാതെ രാവിലെ 9 മുതൽ 5 മണി വരെ ഇരിക്കുന്നു എന്നുള്ളതായിരുന്നു നമ്മുടെ വാർത്ത. ഏതാണ്ട് 19 ചെക്ക് പോസ്റ്റുകളിലായി 90-ലധികം ഉദ്യോഗസ്ഥരാണ്, അതായത് ഒരു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ, ഓഫീസ് അസിസ്റ്റന്റ്, അങ്ങനെ 3 പേരടങ്ങുന്ന സംഘം രാവിലെ മുതൽ വൈകുന്നേരം വരെ 2 ഷിഫ്റ്റുകളിലായി വെറുതെ ഇരിക്കുന്നു എന്നൊരു വാർത്ത നമ്മൾ പുറത്തുവിട്ടത്. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ ഗതാഗത മന്ത്രി തന്നെ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. എൻഫോഴ്സ്മെന്റിന് പോലും ഉദ്യോഗസ്ഥരില്ലാതെ വലയുമ്പോഴാണ് ഇത്രയും അധികം ഉദ്യോഗസ്ഥർ വെറുതെ ഇരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടർ വാർത്തയിൽ അദ്ദേഹം ഇടപെട്ടിരിക്കുന്നു. ഈ പോസ്റ്റായിരിക്കുന്ന, അതായത് ചെക്ക് പോസ്റ്റുകളിൽ ഒരു പണിയുമില്ലാതെ പോസ്റ്റായിരിക്കുന്ന ഉദ്യോഗസ്ഥരെ പുനർവിന്യസിക്കണമെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതനുസരിച്ച് അവിടെ പോസ്റ്റ് ചെയ്തിരുന്ന ഉദ്യോഗസ്ഥരെയെല്ലാം മറ്റ് ഓഫീസുകളിലേക്കും അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡ്യൂട്ടിയിലേക്കും മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സർക്കാരിന് ഈ ചെക്ക് പോസ്റ്റുകൾ വഴി ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനമുണ്ട്, അത് റോഡ് ടാക്സ് വിഹിതമായി ലഭിച്ചുകൊണ്ടിരുന്ന വരുമാനം, അതിന് പകരം സംവിധാനമായി ഈ സംസ്ഥാന അതിർത്തികളിലും അതുപോലുള്ള സ്ഥലങ്ങളിലും ഡ്രോണുകൾ ഉപയോഗിച്ച് പരിശോധന നടത്താൻ മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനുവേണ്ടി ഡ്രോണുകൾ വാങ്ങുന്നതിന് വേണ്ടിയുള്ള കൊട്ടേഷൻ നൽകിയിട്ടുണ്ട്. മാത്രമല്ല, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, GST വകുപ്പുകളുടെ ക്യാമറകൾ വഴിയും ചെക്ക് പോസ്റ്റുകൾക്ക് പകരമായി ഒരു സംവിധാനം ഒരുക്കി ചെക്കിംഗ് നടത്തുമെന്ന് ആദ്യമേ പറഞ്ഞിരുന്നു. പക്ഷേ ആ സമയത്ത് ഇവർ ഡേറ്റകൾ കൈമാറാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം ട്രാൻസ്പോർട്ട് കമ്മീഷണറുമായി നടത്തിയ ചർച്ചയിൽ ഡേറ്റ കൈമാറാനും ഇപ്പോൾ GST വകുപ്പ് തീരുമാനമായിരിക്കുന്നു. അശ്വിൻ ഡിയാഗോയുടെ റിപ്പോർട്ടിന് ഒരു ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നു.